10 വർഷമായിട്ടും ഇതുവരെ ഒരു കപ്പില്ല എന്നുള്ള മറ്റ് ISL ടീമുകളുടെ ഫാൻസിൻ്റെ കളിയാക്കലുകൾക്ക് മറുപടി കൊടുക്കാനുള്ള ഒരു അവസരമാണ് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഡ്യൂറൻഡ് കപ്പ്. ISLൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും ബ്ലാസ്റ്റേഴ്സും ഒഴികെ ബാക്കി എല്ലാ ടീമും ഏതെങ്കിലും ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയധികം ആരാധകരുള്ള KBFCക്ക് ഒരു കപ്പ് അത്യാവശ്യമാണ്. കഴിഞ്ഞ സീസണുകളിലൊക്കെ ഡ്യൂറൻഡ് കപ്പിനെ ബ്ലാസ്റ്റേഴ്സ് സീരിയസ് ആയി എടുത്തിരുന്നില്ല. ഒരു പ്രീ സീസൺ മത്സരം എന്ന നിലയിൽ മാത്രമാണ് ഡ്യൂറൻഡ് കപ്പിനെ കണ്ടത്. അതുകൊണ്ട് തന്നെ ടീമിന് ഡ്യൂറൻഡ് കപ്പ് നേടാനുള്ള ഒരു ഇൻറ്റന്റും ഇല്ലായിരുന്നു. പക്ഷേ ഇത്തവണ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നത് ഡ്യൂറൻഡ് കപ്പിന് വേണ്ടി തന്നെയാണ്. കോച്ചും പ്ലേയേഴ്സും നയം വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ജൂലൈ 27 ആരംഭിച്ച് ഓഗസ്റ്റ് 31 അവസാനിക്കുന്ന ടൂർണമെന്റിൽ 6 ഗ്രൂപ്പുകളിലായി 24 ടീമുകളാണ് പങ്കെടുക്കുന്നത്. ഷില്ലോങ്, കൊൽക്കത്ത, കോക്രാജാർ, ജംഷഡ്പൂർ എന്നിവിടങ്ങളിലാണ് മത്സരം നടക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരങ്ങളെല്ലാം കൊൽക്കത്തയിലാണ് നടക്കുന്നത്. സി ഗ്രൂപ്പിലാണ് ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഈ ഗ്രൂപ്പിൽ മുംബൈ സിറ്റി FC, പഞ്ചാബ് FC, CISF എന്നീ ടീമുകളുമുണ്ട്. ആകെ 8 ടീമുകളാണ് നോക്കൌട്ടിലേക്ക് പ്രോഗ്രസ് ചെയ്യുക. ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി 6 ടീമും സെക്കൻഡ് ബെസ്റ്റായി വരുന്ന 2 ടീമും. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പിൽ 1-ാം സ്ഥാനത്ത് തന്നെ ഫിനിഷ് ചെയ്യുക എന്നതാണ് അടുത്ത റൗണ്ടിലേക്ക് എത്തണമെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ചെയ്യേണ്ടത്. പ്രീ സീസൺ നേരത്തെ ആരംഭിച്ചതുകൊണ്ടും 3 മത്സരങ്ങൾ ഒന്നിച്ച് കളിച്ചതുകൊണ്ടും മുംബൈ സിറ്റി, പഞ്ചാബ് എന്നീ ടീമുകൾ സ്ട്രോങ് ടീമിനെയല്ല ഇറക്കുന്നത് എന്നതുകൊണ്ടും ബ്ലാസ്റ്റേഴ്സിന് അടുത്ത റൗണ്ടിലേക്ക് പ്രോഗ്രസ് ചെയ്യുക എന്നത് അത്ര വിഷമകരമായ കാര്യമായിരിക്കില്ല. ഒരു പ്രോപ്പർ നമ്പർ 9ന്റെ അഭാവം ടീമിനെ ബാധിക്കാൻ ഇടയുണ്ടെങ്കിലും ലൂണ, പെപ്ര, നോഹോ കോംബോ ആ ഒരു വീക്ക്നെസ് മറികടക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പ്രീ സീസണിൽ തിളങ്ങിയ യുവതാരങ്ങൾക്ക് ഡ്യൂറൻഡ് കപ്പിൽ പ്രതീക്ഷക്കൊത്ത് ഉയർന്നാൽ കപ്പ് അപ്രാപ്യമായ ലക്ഷ്യമൊന്നുമായിരിക്കില്ല. ISLലേക്കുള്ള ബെസ്റ്റ് 11 കണ്ടെത്താൻ കോച്ചിനെ ഡ്യൂറൻഡ് കപ്പ് സഹായിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ബ്ലാസ്റ്റേഴ്സ് കപ്പടിച്ച് തന്നെ വരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓഗസ്റ്റ് 1 മുംബൈക്കെതിരെയും 4 പഞ്ചാബിനെതിരെയും 10 CISFനെതിരെയുമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരങ്ങൾ. സോണിയാണ് നിലവിൽ ഡ്യൂറൻഡ് കപ്പിന്റെ ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഡ്യൂറൻഡ് കപ്പിലെ നിങ്ങളുടെ പ്രതീക്ഷകൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.